ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ HMPV വൈറസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് HMPV? ചൈന അവതരിപ്പിക്കുന്ന കൊറോണ വൈറസിന് ശേഷം പുതിയൊരു വൈറസ് ആണ് ഏതെന്ന് പറയുന്നത് HMPV വൈറസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കറിയണം. HMPV വൈറസിന്റെ എന്താണ് അതിന്റെ രോഗലക്ഷണങ്ങളൊക്കെ എന്താണ്, അത് നമുക്ക് എത്രത്തോളം ഹാനികരമായി നമ്മളെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. ക്ലാസ്സിലേക്ക് കിടക്കാം. HMPV 2025 ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗം. അപ്പോൾ ഫ്രഷ് ആണ് അല്ലേ, പുതുതായിട്ട് 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചൈനയുടെ വക നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു HMPV വൈറസ്. എന്താണ് HMPV വൈറസ്? ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ്. എന്താണ്? ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് എന്നാണ് HMPVയുടെ പൂർണ്ണമായ രൂപം. എല്ലാവരും പഠിച്ചിരിക്കുക. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് എന്നതാണ് HMPVയുടെ പൂർണ്ണ രൂപം. പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് വഴി രോഗബാധ തിരിച്ചറിയാം. പേര് കേട്ട് ആരും പേടിക്കണ്ട. പോളിമർ ചെയിൻ റിയാക്ഷൻ PCR. നമ്മുടെ കൊറോണ ടൈമിൽ എല്ലാവരും കേട്ട് പരിചയമായിട്ടുള്ള പേരാണ്. എന്തെന്ന് പറയുന്നത് PCR. നമ്മൾ എന്താണ്, ഒരു ചെറിയ ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും എന്താണ് PCR എടുത്തോന്ന് ചോദിക്കും അല്ലേ. എന്താണ് PCR? പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്. അതുവഴിയാണ് നമ്മൾ കൊറോണയും ഡിറ്റക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ് കൊറോണയുടെ ഒരു അനിയൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. HMPVയെ നമ്മൾ തിരിച്ചറിയുന്നത് പോളിമർ ചെയിൻ റിയാക്ഷനിലൂടെ തന്നെയാണ്. കോവിഡിന് സമാനമായ ശ്വാസകോശ അണുബാധ, ചുമ, പനി, ശ്വാസം മുട്ടൽ എന്നിങ്ങനെയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോവിഡിന്റെ ഒരു അനിയനാണിത്. കോവിഡിന് സമാനപരമായിട്ട് ഇവിടെയും എന്ത് തന്നെയാണ്? ശ്വാസകോശ അണുബാധ. പിന്നെന്ത് വരുന്നു? ചുമയുണ്ടാകുന്നു, പനി ഉണ്ടാകുന്നു, ശ്വാസം മുട്ടലുണ്ടാകുന്നു. ഇത് ഇത്രയും നമുക്കുണ്ടെങ്കിൽ ഉറപ്പിക്കേണ്ട ഏകദേശ ധാരണ ഉണ്ടാകാം. എന്താണ്? HMPV കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ HMPV ആദ്യമായിട്ടല്ല വരുന്നത്. 2025 ജനുവരിയിൽ ചൈനയിലൂടെ ആദ്യമായി എത്തുന്നതല്ല നമ്മുടെ HMPV. 2021 ലോകത്ത് ആദ്യമായി ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2001 ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ആരാണ്? ഡച്ച് ഗവേഷകരാണ് 2021 നമ്മുടെ HMPV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് സാധാരണ 3 മുതൽ 6 ദിവസം വരെയാണ്. ഇൻക്യുബേഷൻ പീരീഡ് ഒക്കെ വളരെ കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. പിന്നെ നമ്മളൊന്ന് അറിഞ്ഞുമിരിക്കുക അല്ലേ. നിത്യജീവിതത്തിൽ നമുക്കിതെല്ലാം ആവശ്യമാണ്, പരീക്ഷയ്ക്കും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എത്രയാണ് ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത്? 3 മുതൽ 6 ദിവസം വരെയാണ്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 3 മുതൽ 6 ദിവസം വരെയാണ്. അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണ കാലയളവ് നീണ്ടു നിൽക്കും. രോഗം ബാധിച്ചവരുമായുള്ള സമ്പർക്കത്തിലൂടെയും ശരീര സ്രവങ്ങളിലൂടെയുമാണ് പകരുന്നത്. പക്ഷെ ഇത് അധികം പേടിക്കാനില്ല എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കോവിഡിനെ പോലെ അത്രയധികം ഭയത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒന്നല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണയായി ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും എവിടെയെന്ന്? കേരളത്തിൽ. ഇന്ത്യയിൽ കൊണ്ടുവന്നെങ്കിൽ അതൊരു മലയാളി ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാറുണ്ട്. പക്ഷെ HMPV ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആദ്യം ഇന്ത്യയിൽ എത്തിയപ്പോൾ കേരളത്തിൽ വന്നില്ല. എവിടെയാ പോയത്? ബാംഗ്ലൂരാണ് പോയത്. ബാംഗ്ലൂരിൽ 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് ഇന്ത്യയിൽ HMPV വൈറസ് റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ്? ബാംഗ്ലൂരാണ്. കർണാടകയിലെ ബാംഗ്ലൂരിലാണ് 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് HMPV റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് HMPVയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. 1/4 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ 63ാമത് സ്കൂൾ കലോത്സവം. എപ്പോഴും ഞാൻ പറയുന്നു എത്രാമത്, ആ നമ്പർ കൂടി ചേർത്ത് തന്നെ. നമ്മളിപ്പോൾ സ്കൂൾ കലോത്സവ വേദി എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് നല്ലത് എന്താണ്? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് തന്നെ പറഞ്ഞ് പഠിക്കുക. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി നമ്മുടെ തിരുവനന്തപുരമായിരുന്നു. ജേതാക്കൾ ആരാണ്? ജേതാക്കൾ തൃശ്ശൂരാണ്. 63ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂർ. അപ്പോൾ 1/4 നൂറ്റാണ്ടിന് ശേഷം, ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളാകുന്നത്.
രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പാലക്കാടാണ്. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനം. ഒന്നാം സ്ഥാനം തൃശ്ശൂരാണ്. വേദി വീണ്ടും പറയുന്നു തിരുവനന്തപുരമാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. രക്തത്തിലൂടെ ഒരു റോബോട്ട്. സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് നാനോ റോബോട്ട് എന്ന കുഞ്ഞൻ റോബോട്ടുകൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. കാന്തങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇവയ്ക്ക് രക്തചംക്രമണ വ്യവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് രക്തത്തിലൂടെ ഒരു റോബോട്ട് എന്ന ഒരു തലക്കെട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഒരു നാനോ റോബോട്ട്, ഒരു വളരെ ചെറിയൊരു കുഞ്ഞൻ റോബോട്ടിന് ജന്മം നൽകി. എന്താണ് ഈ കുഞ്ഞൻ റോബോട്ടിന്റെ പ്രത്യേകത? എന്താണ്? കാന്തങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇവ കാന്തങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇവയ്ക്ക് എന്തിനു സാധിക്കും? രക്തചംക്രമണ വ്യവസ്ഥയിലൂടെ, നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. രക്തചംക്രമണ വ്യവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞൻ റോബോട്ടിനെയാണ് ആര് നിർമ്മിച്ചത്? സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നിർമ്മിച്ചത്. ചെറിയ റോബോട്ടുകൾ മുൻപും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രക്തചംക്രമണ വ്യവസ്ഥയിലൂടെ ചലിക്കാൻ കഴിയുന്ന ഒന്ന് ഇക്കഴിഞ്ഞ വർഷമാണ് വികസിപ്പിച്ചത്. സ്റ്റെന്റ് ഉപയോഗിച്ചുള്ള ചികിത്സകളേക്കാൾ 10 മടങ്ങ് സുരക്ഷിതമാണ് ഈ പുതിയ രീതിയെന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ സ്റ്റെന്റ് ചികിത്സ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട, നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ഹൃദയം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹൃദയത്തിന്റെ ഒരു ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സ്റ്റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ല ഒരു മികച്ചതാണ് എന്തെന്ന് പറയുന്നത്? ഈ റോബോട്ട് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതി എന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇപ്പോൾ മൃഗങ്ങളിൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഈ റോബോട്ടുകൾ മനുഷ്യരിലും വിജയമാണെങ്കിൽ സ്ട്രോക്ക് ചികിത്സയിൽ അതൊരു മുതൽക്കൂട്ടാകും. അപ്പോൾ സ്ട്രോക്ക് ചികിത്സയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ കുഞ്ഞൻ റോബോട്ടുകൾ. ഇത് നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. സപ്ലിമെന്റൽ ഓക്സിജൻ ഉപയോഗിക്കാതെ 8000 മീറ്ററിന് മുകളിലുള്ള 14 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ നേപ്പാളി പർവ്വതാരോഹയാണ് മിങ്മ ജി ഷെർപ്പ. ആരാണ്? മിങ്മ ജി ഷെർപ്പ. അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ, ഓക്സിജൻ സപ്ലിമെന്റ് ഇല്ലാതെ 8000 മീറ്ററിന് മുകളിലുള്ള 14 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ നേപ്പാളി പർവ്വതാരോഹകയാണ് മിങ്മ ജി ഷെർപ്പ. ആരാണ്? മിങ്മ ജി ഷെർപ്പ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമാണ് വരുണ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല എക്സാമിനും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ഇന്ത്യയും ഫ്രാൻസും. അപ്പോൾ വരുണ നാവികാഭ്യാസം നടത്തുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ്? ഇന്ത്യയും ഫ്രാൻസുമാണ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമാണ് ഏത്? വരുണ. ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് അല്ലെങ്കിൽ ഫ്രാങ്കി സാഡങ് ജനിച്ചത് മിസോറാമിലെ ഐസ്വാളിലാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് അല്ലെങ്കിൽ ഫ്രാങ്കി സാഡങ് ജനിച്ചത് മിസോറാമിൽ ഐസ്വാളിലാണ്. അപ്പോൾ എന്താണ് ഈ ജനറേഷൻ ബീറ്റ കുഞ്ഞ്? ബീറ്റയാണോ ജനിച്ചത്? നമുക്ക് നോക്കാം. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളാണ് ജനറേഷൻ ബീറ്റ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? എന്താണ്? 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ജനറേഷൻ ബീറ്റ എന്നറിയപ്പെടുന്നത്. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. മെസ്സിക്ക് മാത്രമല്ല ഈ അവാർഡ് ലഭിച്ചത്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഈ അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ പുറത്തായി. അപ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിന്നും നമ്മുടെ ഇന്ത്യ പുറത്തായിരിക്കുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയുമായിട്ടാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. ഇന്ത്യ പുറത്തായി. ഫൈനൽ നടക്കാനിരിക്കുന്നത് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. വേദി ലണ്ടനിലെ ലോർഡ്സ് ആണ് വേദി.
2025 ഏത് വർഷമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്? അപ്പോൾ ഒത്തിരി ഉണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത് പരിഷ്കാരങ്ങളുടെ വർഷമായിട്ടാണ്. എന്താണ്? പരിഷ്കാരങ്ങളുടെ വർഷം. സായുധ സേനയുടെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിഷ്കാരങ്ങളുടെ വർഷമായിട്ട് 2025 ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി. അതുകൂടി ഒന്ന് ഓർക്കുക. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ആണ് CR450 പ്രോട്ടോടൈപ്പ് മോഡൽ. ഏതാണ്? CR450 പ്രോട്ടോടൈപ്പ് മോഡലാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ. ചൈനയാണ് പുറത്തിറക്കിയത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്